താമരശ്ശേരിയിൽ വിഷു ആഘോഷങ്ങൾക്കിടെ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കം ക്രൂരമർദ്ദനത്തിൽ കലാശിച്ചു. ചുങ്കത്ത് കയ്യേലിക്കുന്നിൽ സ്വദേശി ഖാദറിന്റെ വീട്ടുമുറ്റത്താണ് അക്രമ സംഭവങ്ങൾ നടന്നത്. സംഭവത്തിൽ ഖാദറിനും കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിച്ചു. വിഷു പ്രമാണിച്ച് ഖാദറിന്റെ വീട്ടിലുള്ള സ്വകാര്യ റോഡിൽ കുട്ടികൾ പടക്കം പൊട്ടിക്കുകയായിരുന്നു. ഈ സമയം സ്കൂട്ടറിലെത്തിയ അയൽവാസിയായ ഷെരീഫ് കുട്ടികൾക്കിടയിലൂടെ വാഹനം മുടിച്ച് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പടക്കം തന്റെ ദേഹത്തേക്ക് തെറിച്ചുവെന്നാരോപിച്ച് ഷെരീഫും മക്കളായ ഡാനിഷ്, ഫാരിസ് എന്നിവരും സുഹൃത്തുക്കളും ചേർന്ന് ഖാദറിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയായിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം ഖാദറിനെയും കുടുംബത്തെയും കല്ലുകൊണ്ടും കൈകാലുകൾ കൊണ്ടും മർദ്ദിച്ചു. ഖാദർ, മകൾ നസിയയുടെ 14-കാരനായ മകൻ ദിനാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വീട്ടിലുണ്ടായിരുന്ന വാക്കത്തി കൈക്കലാക്കിയ അക്രമി സംഘം അതുപയോഗിച്ച് കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. കൊടുവാളിന്റെ പിടികൊണ്ടോ കുത്തിയതാ, പിടിച്ചേക്കാൻ ചെന്നിട്ടോ ഉപ്പനെ വെട്ടാൻ ചെന്നാണ്. എല്ലാവർക്കും നേരവും വയറ് വീശിയതാണ്. ഫുള്ളിങ്ങനെ കത്തിയെടുത്തിട്ട് ഒന്നായിട്ട് വീശിക്കാൻ ഞാൻ വിചാരിച്ച ആർക്കോ വെട്ടി കിട്ടിയെന്ന് ഞാൻ ഉറപ്പിച്ചതാ. അപ്പയാണ് പിടിക്കാൻ എന്നിട്ട് ഓൻ ആ പിടിയെടുത്തിട്ട് ഇവിടെ കുത്തിയത്. ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്ന് കുടുംബം പരാതിപ്പെട്ടു. മുൻപ് ഷെരീഫിന്റെ മകൻ ഡാനിഷ് അയാളുടെ ഭാര്യയെ മർദ്ദിക്കുന്നത് തടയാൻ പൊതുപ്രവർത്തകയായ നസിയ ഇടപെട്ടിരുന്നു. നസിയ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് കേസെടുത്തിരുന്നു. ഈ വൈരാഗ്യമാണിപ്പോൾ ആസൂത്രിതമായ ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇന്ന് ഉച്ച മുതൽ ഈ ഷെരീഫ് എന്ന് പറയുന്ന ആള് വീടിന്റെ ബാക്ക് വന്നിട്ട് തെറി പറയാ, അങ്ങനെ നിരന്തരം ഇങ്ങനെ തെറി പറിച്ചില്ലായിരുന്നു. പിന്നെ ഒരു മരുവിന് ശേഷം വീട്ടിൽ വന്ന ഹസ്ബൻഡിനെ വണ്ടി തട്ടിക്കാൻ നോക്കി. ഈ വണ്ടി തട്ടിച്ച് ഓരങ്ങ് പോവുകയും ചെയ്തു. 2-3 പ്രാവശ്യം നമ്മളെ വീടിന്റെ മുന്നിൽ കൂടി ഇങ്ങനെ വണ്ടി തട്ടിച്ച് ഇങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് ഈ മക്കളെയും കൂട്ടിയിട്ട് വന്ന്, ഇയാളും മക്കളുണ്ട്, ദാനിഷും ഫാരിഷും, ഇവരെയും പിന്നെ വല്ല 2 ഫ്രണ്ട്സും ഉണ്ട്. ഇവരെല്ലാരും കൂടെ വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിനെ തല്ലാൻ തുടങ്ങി. ഷെരീഫ് സ്കൂട്ടർ ഓടിച്ച് പ്രകോപനം സൃഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം തങ്ങൾക്കും പരിക്കേറ്റതായി കാണിച്ച് ഷെരീഫും മറ്റു 3 പേരും ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് മലയാളം, കോഴിക്കോട്.